ഡിജിറ്റൽ മാർക്കറ്റിംഗ് ശാലിനി പറഞ്ഞാൽ ഡൈവേഴ്സ് ആണ്. അതിനകത്ത് ഒത്തിരി ടൂൾസ് ഉണ്ട്, പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ടെക്നോളജീസ് ഉണ്ട്. ഇപ്പം നമ്മൾ അതിൽ ഏരിയാസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ മെയിൻലി കേൾക്കുന്ന കുറേയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ അങ്ങനത്തെ സോഷ്യൽ മീഡിയ ഇതിൽ ചെയ്യാം. പിന്നെ SEO ഉണ്ട്, അത് വെബ്സൈറ്റ് മാർക്കറ്റിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. പിന്നെ ഗൂഗിൾ അനലിറ്റിക്സ് അതിൻ്റെ ഒരു പാർട്ടാണ്. ഗൂഗിൾ ആഡ്സ് വേറെ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഏരിയാസ് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം. ഈവൻ നമ്മളൊരു ചെറിയ ഒരു ബിസിനസ് ആണെങ്കിൽ പോലും നമ്മൾ ഗൂഗിളിലൊരു മൈ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറയുന്ന സംഭവമാണ്. ഈവൻ അതും ഇതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നത്. അതൊരു ലോക്കൽ SEO എന്നുള്ളതിൽ. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിൽ. ആസ് എ ബിഗിനർ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. കാരണം അത് എന്ന് പറയുന്നത് നമ്മളൊരു MBBS ഡോക്ടറെ പോലെയാണ്. MBBS പഠിക്കുമ്പോൾ നമ്മളെല്ലാം പഠിക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പെഷ്യലൈസേഷന് പോകും. ഇവിടെയും ഒരു സ്പെഷ്യലൈസേഷൻ എടുക്കാം. അനലിറ്റിക്സിലോ ഗൂഗിൾ ആഡ്സിലോ അങ്ങനെ ഏതെങ്കിലും പെർട്ടിക്കുലർ ഫീൽഡിൽ സ്പെഷ്യലൈസേഷൻ എടുത്താൽ ഒരു ഗ്രോത്ത് ആസ്പെക്ട് എന്ന നിലയിൽ, അത് കരിയർ ഗ്രോത്ത് ആസ്പെക്ട് എന്നുള്ള നിലയിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യും.